ഗുരുഭ്യോ നമ. ഹരേ കൃഷ്ണ. ഹരി ഓം ഹരി. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ, എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. അപ്പോൾ നമുക്ക് അഹങ്കാരം വേണം, അഹങ്കാരം വേണ്ട. വേണം എന്ന് പറയുന്നുണ്ട് അഹങ്കാരം. അതെന്തുകൊണ്ടാണ് വേണമെന്ന് പറയുന്നത്? അഹങ്കാരം വേണ്ട എന്നും പറയുന്നുണ്ട്. ഇത് രണ്ടിനും വേണമെന്നും ഈ ഒരേ കാര്യം പറയുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് പറയുന്നതെന്നറിയാമോ? അത് അഹങ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനെന്ന ഭാവം എന്ന് വെച്ചാൽ ഞാനാണ് എല്ലാം ചെയ്യുന്നത്, ഞാനാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, എൻ്റെ ഇതിലാണ് എല്ലാം നടന്നു പോകുന്നതെന്നൊക്കെയുള്ള ഒരു ഭാവമുണ്ടല്ലോ. അതാണ് അഹങ്കാരം. ഞാനാണെല്ലാം എന്നുള്ള ഒരു ഗർവ്, അതാണ് അഹങ്കാരം. ആ അഹങ്കാരം വേണ്ട. പിന്നെ അഹങ്കാരം വേണമെന്ന് പറഞ്ഞാലോ, അഹങ്കാരം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹം എന്ന് പറഞ്ഞാൽ ഞാൻ, എൻ്റെ ഉള്ളിലിരിക്കുന്ന അഹങ്കാരം, അത് ഞാൻ തന്നെയാണ്. ഈ പ്രപഞ്ചവും ഞാൻ തന്നെയാണ്, ഈ കാണപ്പെടുന്നതും ഞാൻ തന്നെയാണ്, ഈ ചരാചരങ്ങളും ഞാൻ തന്നെയാണ്, ഈ ലോകവും ഞാൻ തന്നെയാണ്, സർവ്വതും ഞാൻ തന്നെയാണ്. എനിക്ക് വേദനിക്കുന്ന പോലെ തന്നെയാണ് എല്ലാവർക്കും വേദനിക്കുന്നത്. എന്നെപ്പോലെ തന്നെയാണ് എല്ലാവരും. എല്ലാ ദുഃഖങ്ങളും എല്ലാ സന്തോഷങ്ങളും എല്ലാ മാനസിക വിഷമങ്ങളും ഒക്കെ എല്ലാവർക്കും ഒരുപോലെയാണ്. അതെങ്ങനെയാണ്? അതേ ഞാൻ തന്നെയാണ് ഞാൻ. അവർക്ക് എല്ലാവർക്കും ഒന്നേപോലെ ഒപ്പം വേദന വന്നത് എങ്ങനെയാണ്? ഈ പ്രപഞ്ചമാകുന്ന ആ മഹാശക്തിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഇതാണ് നമ്മളെല്ലാവരും, എല്ലാ ചരാചരങ്ങളും ആ ഒരു ഭഗവത് ശക്തിയിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് പറയുന്നത് അഹങ്കാരം വേണം, അഹങ്കാരം വേണ്ട. അത് ഞാനെന്ന ഭാവമല്ല വേണ്ടത്, ഞാനാണ് എല്ലാം എന്നുള്ള ഭാവമല്ല വേണ്ടത്, ഞാനാണ് എല്ലാം എന്നുള്ള ഭാവം നമുക്ക് വേണം. അതാണ് ഞാനിന്ന് പറയുന്നത്. ചെറിയ ചെറിയ അറിവുകൾക്കായിട്ട് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഹരേ കൃഷ്ണ. ഹരി ഓം ഹരി. സർവം കൃഷ്ണാർപ്പണം. ഹരേ നാരായണ.